ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചെറിയ പോയമാണ്. എന്താണ് പോയത്തിൻ്റെ ഹെഡിങ്, എന്താണ് പോയത്തിൻ്റെ നെയിം, എന്താണ്? മൈ പപ്പി അല്ലേ? മൈ പപ്പി. എന്താണ് മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, പപ്പി എന്ന് പറഞ്ഞാൽ അല്ലേ പപ്പി, ഡോഗ് അല്ലേ? അപ്പം മൈ പപ്പി, എൻ്റെ ഡോഗ്, എൻ്റെ പപ്പി എന്ന് പറഞ്ഞ ചെറിയൊരു പോയം അല്ലേ? ഈ പോയം എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് സിങ് ആൻഡ് എൻജോയ്. ലെറ്റ് സിങ്, നമുക്ക് പാടാം, ആൻഡ് എൻജോയ്, ആസ്വദിക്കാം അല്ലേ? എന്താണ് ഈ ചെറിയ പോയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? മൈ പപ്പി ഹാസ് എ ഡോഗ് ഹൗസ്. എന്താണ് മൈ പപ്പി? മൈ എൻ്റെ, മൈ പപ്പി എൻ്റെ പപ്പി. ഹാസ് എ ഉണ്ട്, ഡോഗ് ഹൗസ്. എന്താണ് ഡോഗ് ഹൗസ് ഉണ്ട്. എന്താണ് ഡോഗ് ഹൗസ് അല്ലേ? ഡോഗിൻ്റെ വീട്, ചെറിയൊരു കുട്ടി വീട് ഉണ്ടാവില്ലേ ഡോഗിന് താമസിക്കാനുള്ള? ഇതുപോലുള്ളൊരു ചെറിയൊരു ഡോഗിൻ്റെ കുട്ടി ഹൗസ് ഉണ്ട് ഡോഗിന് എന്ന് പറയുകയാണ്. എനിക്ക് എന്താണ് എൻ്റെ നായ്ക്കുട്ടിക്ക് എന്താണ് ഒരു ഡോഗ് ഹൗസ് ഉണ്ട് ഒരു ഡോഗ് ഹൗസ് ഉണ്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ജസ്റ്റ് ഔട്ട്സൈഡ് മൈ ഡോർ. എവിടെയാണുള്ളത്? ജസ്റ്റ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്, ഔട്ട്സൈഡ് പുറത്ത്. മൈ ഡോർ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഡോർ വാതിലല്ലേ? എൻ്റെ ഡോറിൻ്റെ തൊട്ട് പുറത്തായിട്ട്, ജസ്റ്റ് ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് ആയിട്ട് പുറത്താണ് എന്തുള്ളത്? ഡോഗ് ഹൗസ് ഉള്ളതല്ലേ? എൻ്റെ നായ്ക്കുട്ടിൻ്റെ ഡോഗ് ഹൗസ് ഉള്ളത്. ഹി ലിക്സ് മീ വെൻ ഐ പെറ്റ് ഹിം. ഞാൻ അവനെ താലോലിക്കുമ്പോൾ അവൻ എന്നെ നക്കും. ഹി ലിക്സ്, ലിക്സ് എന്ന് പറഞ്ഞാൽ നക്കും അല്ലേ? ഹി ലിക്സ് മീ, എന്നെ നക്കും. വെൻ ഐ പെറ്റ് ഹിം, എന്താണ് എപ്പോഴാണ്? വെൻ ഐ പെറ്റ് ഹിം, ഞാൻ എന്താണ് അവനെ താലോലിക്കുമ്പോൾ അല്ലേ? എന്താണ് പെറ്റ് ചെയ്യുമ്പോൾ, പെറ്റ്സിനെ നമ്മൾ പെറ്റ് ചെയ്യില്ലേ? അതായത് താലോലിക്കുക. പെറ്റ് ചെയ്യുമ്പോൾ, താലോലിക്കുമ്പോൾ എന്താണ്? ഹിം, അവനെ താലോലിക്കുമ്പോഴാണ് എന്ത് നക്കുന്നത് അല്ലേ? നായ്ക്കുട്ടികളൊക്കെ എന്താണ്, ആനിമൽസും എല്ലാം എന്താണ് സ്നേഹം പ്രകടിപ്പിക്കൽ നാവ് കൊണ്ട് നക്കിയിട്ടാണല്ലേ? അതേപോലെ എന്താണ് അവനെ താലോലിക്കുമ്പോൾ എന്താണ് ഈ നായ്ക്കുട്ടി നക്കുമെന്ന് പറയാണ്, നാവ് കൊണ്ട് നക്കും അല്ലേ? ആൻഡ് വാഗ്സ് ഹിസ് ടൈൽ ഫോർ മോർ. എന്താണ് ആൻഡ് വാഗ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ ഇങ്ങനെ ആട്ടുക, അങ്ങനെ കുലുക്കുക, വാഗ് ചെയ്യുക, അങ്ങനെ വാലിങ്ങനെ ആട്ടൂലേ, വേക്കോട്ട് ഇങ്ങനെ ആട്ടൂലേ? വാഗ്സ് ഹിസ് ടൈൽ, അവൻ്റെ വാല്, ഹിസ് ടൈൽ ഇങ്ങനെ വാഗ് ചെയ്യും, ഇങ്ങനെ ആട്ടും. ഫോർ മോർ, എന്തിനാണ്? കൂടുതൽ ഇങ്ങനെ താലോലിക്കാൻ വേണ്ടിയിട്ട്. ഫോർ മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഫോർ മോർ എന്താണ്? കൂടുതൽ താലോലിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെ വാലുകൾ ഇങ്ങനെ ആട്ടും അല്ലേ? കൂടുതൽ കാര്യങ്ങൾക്കായി അവൻ്റെ വാലുകൾ കുലുക്കുന്നില്ലേ? വാലുകൾ ഇങ്ങനെ എന്താണ് ഇനിയും ഇങ്ങനെ താലോലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാലുകൾ ആട്ടും എന്നാണ് പറഞ്ഞത്. ഹീ ഈസ് ആൾവേസ് ദേർസ് ബിസൈഡ് മീ. എന്താണ് അവൻ എപ്പോഴും എൻ്റെ അരികിലുണ്ട്. ഹീ ഈസ് ആൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും, ആൾവേസ് ദേർ അവിടെയുണ്ട്. ബിസൈഡ് മീ, ബിസൈഡ് എൻ്റെ അരികിൽ, ബിസൈഡ് അല്ലേ? ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരികിൽ അല്ലേ? അടുത്ത്. ബിസൈഡ് മീ, എൻ്റെ അടുത്ത് എന്താണ് അവൻ എപ്പോഴും ഉണ്ടാകും അല്ലേ? എപ്പോഴും എൻ്റെ അരികിലുണ്ടാകില്ല. ഒരു പെറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവില്ല ആ പെറ്റ്. നോ മാറ്റർ വാട്ട് ഐ ഡു. എന്താണ് ഞാൻ എന്ത് ചെയ്താൽ? നോ മാറ്റർ, അതൊരു പ്രശ്നമല്ല, അതൊരു മാറ്റർ അല്ല. നോ മാറ്റർ വാട്ട് ഐ ഡു, ഞാൻ എന്ത് ചെയ്താലും എന്താണ് അവൻ എൻ്റെ അടുത്തുണ്ടാവും എന്ന് പറയാണ്. മൈ പപ്പി ഈസ് മൈ സ്പെഷ്യൽ ഫ്രണ്ട്. എന്താണ് മൈ പപ്പി, എൻ്റെ പപ്പി, ഈസ് മൈ എൻ്റെ എന്താണ് സ്പെഷ്യൽ ഫ്രണ്ടാണ് അല്ലേ? സ്പെഷ്യലായിട്ടുള്ള, പ്രത്യേകത ഉള്ള അല്ലേ? പ്രത്യേക സുഹൃത്താണ്. എൻ്റെ എന്താണ് ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയില്ല, അതേപോലെ തന്നെ സ്പെഷ്യൽ ഫ്രണ്ടാണ്, പ്രത്യേക സുഹൃത്താണ്. എൻ്റെ ഫാമിലി മെമ്പർ ടു. എന്താണ് എൻ്റെ ഒരു ഫാമിലി മെമ്പർ കൂടിയാണ്, കുടുംബത്തിലൊരു അംഗം കൂടിയാണ്, ഒരു മെമ്പറും കൂടിയാണ് എന്ന്. ഫാമിലി മെമ്പർ ടു. എന്താണ് നമ്മുടെ വീട്ടിലൊരു പെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ, നമ്മളെ ഒരു ഫാമിലിയിലൊരു മെമ്പറായിട്ട്, ഒരാളായിട്ട് നമ്മൾ വളർത്തില്ലേ? ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് നമ്മളെ വീട്ടിലുള്ള പെറ്റ്സ് നമുക്ക് അല്ലേ? പെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മൾ വളർത്തുന്ന, നമ്മളെന്താണ് നമുക്ക് സന്തോഷത്തിന് വേണ്ടി വളർത്തുന്ന ആനിമൽസിനെയാണ് നമ്മൾ പെറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏതൊക്കെ ആനിമൽസിനെയാണ് ഇതുപോലെ പെറ്റ്സായിട്ട് വളർത്താറ് അല്ലേ? ക്യാറ്റ് ഉണ്ടാകും, അതേപോലെ എന്താണ് ബേഡ്സിനെ വളർത്താറുണ്ട്, അങ്ങനെ കുറേ പെറ്റ്സ് ഉണ്ടാവില്ലേ? അതേപോലെ ഈ നായ്ക്കുട്ടിയാണ് ഈ കുട്ടീൻ്റെ എന്ത് പെറ്റ്സായിട്ട് വളർത്തുന്നത്. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ ഇതുപോലെ ഓരോ വേർഡ്സും അതിൻ്റെ മീനിങ്ങും മലയാളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2ാം ക്ലാസ്സിൻ്റെതും ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.